I'm Revati. Welcome to TasteWithUs. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ചോക്ലേറ്റ് കപ്പ് കേക്ക്. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എഗ്ലെസ് ചോക്ലേറ്റ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നല്ല ചൂടുള്ള 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ പാലൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒന്നിങ്ങനെ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ എടുക്കാം. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അപ്പം ഞാനിവിടെ ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് വാനില എസൻസ് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് 1 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാസ്റ്റർ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ പൊടിച്ച പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് കാരണം ഞാൻ കാസ്റ്റർ ഷുഗർ എടുത്തതാണ്. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ബേക്കിംഗ് സോഡ 1/8 ടീസ്പൂൺ ആണ്. അതായത് 1/4 ടീസ്പൂണിൻ്റെയും പകുതി. അപ്പം അത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, കപ്പ് കേക്ക്സ് അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ വെള്ളമായി പോകരുത്. ഒരു ചെറിയ തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടിരിക്കണം നമ്മുടെ ബാറ്റർ. ഓക്കെ, അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ കട്ടിയുള്ള പേപ്പർ കപ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് ഉണ്ടെങ്കിൽ അതിലേക്ക് സാധാരണ പേപ്പേഴ്സ് വെച്ചിട്ട് ഒഴിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ പേപ്പർ കപ്സ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ആ കപ്സിൻ്റെ പകുതി വരെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമ്മുടെ കപ്സിൻ്റെ സൈസ് അനുസരിച്ച് പകുതി വരെ. അതിൻ്റെ മുകളിലോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട് പോവും. നമ്മുടെ കപ്പ് കേക്ക്സിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കടായിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കടായി ഒരു 10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കപ്പ് കേക്ക്സ് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ്സ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കുക. ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ വെച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിവിടെ 20 മിനിറ്റ്സ് എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഒരു സ്ക്യൂർ കൊണ്ട് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഫ്രോസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോനൊക്കെ ഒരു ഭംഗി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. മാത്രമല്ല ഒരു ചെറിയ ടേസ്റ്റും കൂടിയാണ് അതിന് നല്ലൊരു ഫ്രോസ്റ്റിംഗ് വരുമ്പോൾ. അപ്പോൾ ആ ഫ്രോസ്റ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രോസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത് വിപ്പിംഗ് പൗഡറാണ്, വിപ്പിംഗ് ക്രീം അല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് വിപ്പിംഗ് പൗഡർ യൂസ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തണുത്ത പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള പാലാണെങ്കിൽ നമ്മുടെ ഈ പൗഡർ പെട്ടെന്നൊന്ന് അലിഞ്ഞ് കിട്ടും. പക്ഷെ അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ പാക്കറ്റ് ഫുൾ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൗഡർ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ക്രീം തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പക്ഷേ ക്വാണ്ടിറ്റി വൈസ് വിപ്പിംഗ് ക്രീമാണ് നല്ലത്. ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണ്. മുട്ടയൊന്നുമില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.